നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തിരിച്ചുപോകൽ സാധ്യമാണോ? നാട്ടിലേക്ക് എത്തിയവരും വരാൻ നിൽക്കുന്നവരും ഉന്നയിക്കുന്ന ഒരേ ഒരു സംശയം. കേരളത്തിൽ പ്രധാനമായും പ്രവാസികളുടെ പണത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ജില്ലകളാണ് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നിവ. എന്നാൽ ഈ ജില്ലകളിലെല്ലാം ഇപ്പോൾ നിഴലിക്കുന്നത് മ്ലാനത മാത്രമാണ്. കൊറോണ തങ്ങളുടെ പ്രവാസ ജീവിതത്തെ തകർത്തെറിയുമോ എന്ന ആശങ്കയാണ് പ്രധാനമായും നിഴലിക്കുന്നത്. തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, വായ്പ, ചികിത്സ, ജീവിത ചെലവ് എന്നുവേണ്ട ഒരു കാര്യത്തിലും ഇവർക്ക് മറ്റൊരു വഴി ചിന്തിക്കാനില്ല. എന്നാൽ ഇവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പോലും പകച്ചു നിൽക്കുന്ന അവസ്ഥയാണ് ഉരുവായിരിക്കുന്നത്. മലപ്പുറം, കൊടുവള്ളിയും കാസർഗോഡും സ്വർണ്ണ വ്യാപാരത്തിന് പേരുകേട്ട നഗരങ്ങൾ കൂടിയാണ്. കാസർഗോഡ് നയാ ബസാർ എന്ന പ്രദേശം ഗൾഫിൽ നിന്നുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ അറിയപ്പെടുന്ന വിപണന കേന്ദ്രം കൂടിയാണ്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ ചെറിയൊരു മാർക്കറ്റിനെ ആശ്രയിച്ച് ജീവിക്കുന്നത്. സമാന്തര സാമ്പത്തിക വ്യവസ്ഥ, സമാന്തര എംബസി എന്നിവ പോലും ഇവിടങ്ങളിൽ സ്വകാര്യമായി പ്രവർത്തിച്ചു പോന്നിരുന്നു. നിദാഘാതത്തിന് ശേഷം രണ്ടാമത്തെ ദുസ്വപ്നമാണ് ഇവർക്ക് കോവിഡ് കാലം. 1980-കൾക്ക് മുമ്പ് കോഴിക്കോട്ടെ മറ്റേതൊരു ചെറിയ ഗ്രാമങ്ങളെയും പോലെയായിരുന്നു കൊടുവള്ളിയും. ചെറിയൊരു അങ്ങാടി മാത്രമുള്ള ചെറുഗ്രാമം. മിക്കവാറും എല്ലാം ചെറുപട്ടണമായി തന്നെ വികസിച്ചത് ഗൾഫ് കുടിയേറ്റം ശക്തമായതിനു ശേഷമാണ്. ഏതു വീട്ടിലും ഒന്നോ രണ്ടോ പ്രവാസികൾ കൊടുവള്ളിയിലുണ്ട്. കൊടുവള്ളി എന്ന ചെറുപട്ടണത്തിലൂടെ പോകുമ്പോൾ കാണാം നിരനിരയായി സ്വർണ്ണക്കടകൾ. ഇതെല്ലാം ഗൾഫ് തന്ന പൊന്നും പണവുമാണ്. നിദാഘാത് ചെറിയ പ്രഹരമല്ല ഈ ചെറുപട്ടണത്തിന് മേൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രതിസന്ധിയിൽ നിന്ന് പതുക്കെ കൊടുവള്ളിയെ പോലുള്ള ഇടങ്ങൾ കരകയറി വരുന്നതേയുള്ളൂ. പിന്നാലെയാണ് 10,000-കണക്കിന് പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന കോവിഡ് പ്രതിസന്ധി ഉരുവായത് പോലും. തൊഴിൽ നഷ്ടവും കോവിഡ് പശ്ചാത്തലത്തിലുള്ള ഗൾഫിലെ സാമ്പത്തിക മാന്ദ്യവും കൊടുവള്ളിയുടെ ബിസിനസ് സാമ്പത്തിക മേഖലയെ തകർക്കും. കൊടുവള്ളിയുടേത് മാത്രമല്ല, കേരളവും കടുത്ത ആശങ്കയിൽ തന്നെയാണ്. കോവിഡ് പശ്ചാത്തലത്തിൽ പ്രവാസികളുടെ തിരിച്ചുവരവ് കേരളത്തിലേക്ക് എത്തുന്ന ഗൾഫ് പണത്തിൽ കാര്യമായ ഇടിവുണ്ടാക്കും എന്നത് ഉറപ്പാണ്. ഗൾഫ് പണത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ചെറുപട്ടണങ്ങൾ ഇതോടെ നിർജീവമായി തീരും. 2019 പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത് 68,841 കോടി രൂപയാണ്. കൊറോണയ്ക്ക് ശേഷം ഇത് പകുതിയോളം കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. കേരളത്തിലെ GDP-യുടെ 20% പ്രവാസികൾ അയക്കുന്ന പണം കൂടിയാണ്. നികുതി വരുമാനം കുറയാൻ പോകുന്ന ഈ അവസരത്തിൽ ഗൾഫ് പണവരവ് കുറയുന്നതോടെ സമ്പദ് വ്യവസ്ഥ താറുമാറായേക്കും എന്നും മുന്നറിയിപ്പുണ്ട്. കേരളം പോകുന്നത് കടുത്ത പ്രതിസന്ധിയിലേക്കെന്ന് തന്നെ കണക്കുകൂട്ടണം. പ്രത്യേകിച്ച് കടത്തിന് മുകളിൽ കടമെടുത്താണ് ദൈനംദിന കാര്യങ്ങൾ പോലും സംസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗൾഫ് പണമൊഴുക്ക് കുറയുന്നത് ചില്ലറ വിൽപ്പന മേഖലയെയും ബാധിക്കുകയും ചെയ്യും. വസ്ത്രങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ, AC, 2 വീലറുകൾ, കാറുകൾ എന്നിവയുടെ വിൽപ്പനയിൽ വലിയ ഇടിവും ഉണ്ടാകും. 1 ലക്ഷം കോടി രൂപയാണ് കേരളത്തിലെ ബാങ്കുകളിലെ പ്രവാസികളുടെ നിക്ഷേപം എന്നത്. ഇതിൽ വലിയൊരു ശതമാനം പിൻവലിക്കപ്പെടും. ഇത് ബാങ്കുകൾക്കുണ്ടാക്കുക ചില്ലറ പ്രതിസന്ധിയാകില്ല. മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ ചുരുങ്ങിയത് 2 ലക്ഷം പേരെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടവരായിരിക്കും എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പ്രവാസികളെ മുൻനിർത്തിയുള്ള പുനരധിവാസ പാക്കേജ് വേണമെന്നാണ് ഉയർന്ന ആവശ്യം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.